ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പം ടിൻറ്റിൻ്റെ കാലമാണല്ലോ, അപ്പം ഞാനും വിചാരിച്ചു ഒരു ലിപ് ടിൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ഇറ്റ്യൂഡിൻ്റെ വാട്ടർ ടിൻ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം പോലെ തന്നെ അത് സാധനം ഉള്ളത്. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ശരിക്ക് വെള്ളം പോലെ തന്നെയുള്ളത്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് സ്ട്രോബെറിയുടെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടിൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇങ്ങനെ ഒരു സാധനം ലിപ്പിലിട്ടുണ്ടെന്ന് നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പൂരത്തിന് വാങ്ങിക്കുന്ന മിഠായിയുടെ ഒരു കളറ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൊരു റെഡ് ഉണ്ടായിരുന്നു, അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചീക്കിലിടാൻ ബെസ്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഈ കളറിനോട് അത്രയുണ്ട് യോജിപ്പില്ല. പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്. ഒരെണ്ണം മേടിച്ചാൽ രണ്ടുണ്ട് കാര്യം. നമുക്ക് ബ്ലഷായിട്ട് ഉപയോഗിക്കാം, ലിപ് ടിൻ്റായിട്ടും ഉപയോഗിക്കാം. പിന്നെ ഇത് സ്മഡ്ജ് പ്രൂഫാണ്. ഇത് ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും കുറേ നേരത്തിന് ഇതെനിക്ക് ഫുള്ളായിട്ട് മായ്ച്ച് കളയാൻ പറ്റിയില്ല. അതിൻ്റെ ടിൻ്റ് ഇങ്ങനെ ലിപ്പിലുണ്ടായിരുന്നു. പിന്നെ ബ്ലഷ് ഇട്ടാൽ ഭയങ്കര നാച്ചുറലാണ്. കാരണം ഞാൻ ഒന്നും കൂടി ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു ബ്ലഷ് ഇട്ടതായിട്ട് തോന്നില്ലേ, നമുക്ക് ഓൾറെഡി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ആ റെഡ് ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.